ഹായ് ഫ്രണ്ട്സ്, ഇയാമസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടുണ്ടാക്കിയാലോ? ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ പുട്ടുപൊടി നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് പൊടിക്കുന്നു, ഡയറക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഒരു കട്ടയോ ഒന്നുമില്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുഴുങ്ങലരി, കുത്തരിയില്ലേ, ആ കുത്തരിയാണ് വെള്ളത്തിലിട്ടേക്കണത്. ഇത് ഞാൻ തലേന്ന് രാത്രി കടക്കാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർന്ന് കിട്ടണം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിത് സേറിൻ്റെ പകുതി അതാണ് ഇട്ട് എടുത്തേക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് കുതിർന്നതിന് ശേഷം ഞാൻ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് 2 മിനിറ്റ് വെച്ചാൽ മതി. ഒത്തിരി നേരം ഒന്നും വെള്ളം വാർന്നു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ജാറിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞ് കിട്ടൂല കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പൊടിച്ചതിന് ശേഷം ചേർത്താലും മതി, ഇങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ പുട്ടുപൊടി കുഴയ്ക്കുന്ന ആ ഒരു രീതി, ഈ ഒരു നനവല്ലേ നമ്മൾ സാധാരണ കുഴച്ചെടുക്കുമ്പോൾ. നമ്മളിങ്ങനെ പുട്ടുപൊടി കുഴച്ചെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഉണ്ട ഉരുട്ടി നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടയായിട്ട് കിട്ടണം. പൊടിച്ചെടുക്കുമ്പോൾ തിരിച്ചത് പൊടിയായിട്ട് വരണം. ഈ ഒരു ലെവലിൽ തന്നെയാണ് നമുക്കിത് പൊടിഞ്ഞ് കിട്ടുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ഇതൊരു ചെരുവത്തിലേക്ക് മാറ്റാം കേട്ടോ. മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി അരിയും കൂടി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ. ഞാൻ അരിയൊക്കെ ഇവിടെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാൻ പുട്ടും കുറ്റിയിലേക്ക് ആദ്യം അതിൻ്റെ അടിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുവാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ഈ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കഷ്ണമായിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. ചിലർ 3 കഷ്ണങ്ങളാക്കി ഉണ്ടാക്കാറുണ്ട്, 3 പ്രാവശ്യം തേങ്ങ ചേർത്തിട്ട്. ഞാനിവിടെ നടുക്ക് ഒരു പ്രാവശ്യം മാത്രമാണ് തേങ്ങ ചേർക്കുന്നത്. ഇതേപോലെ തേങ്ങ ചേർക്കുന്നു. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിനി അടച്ചു വെക്കാം. ഇനി പുട്ടും കുറ്റിയിൽ വെള്ളം ഇതായി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ കുറ്റി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തിയെടുക്കാം. കണ്ട് നല്ല അടിപൊളിയായിട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട്. പൊടിഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ഒരു കട്ടയോ ഒന്നുമില്ല. നല്ല അടിപൊളി പുട്ടാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.